വിദേശത്ത് ജോലി നൽകാമെന്ന് പറഞ്ഞ് ആൾക്കാരിൽ നിന്ന് പണം തട്ടിപ്പ് നടത്തുന്ന കാർത്തികയെ ഇന്നലെ എറണാകുളത്ത് അറസ്റ്റ് ചെയ്തു. കാർത്തിക പത്തനംതിട്ട ജില്ലക്കാരിയാണ്. ഇപ്പോൾ താമസം തൃശ്ശൂരാണ്. സോഷ്യൽ വർക്കറായിട്ട് ഇംഗ്ലണ്ടിലും മറ്റു സ്ഥലത്തും ജോലി വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പലരെ നിന്ന് പണം വാങ്ങിച്ചത്. കാർത്തികയ്ക്കെതിരായിട്ട് പത്തനംതിട്ടയിലും തൃശ്ശൂരും കോഴിക്കോടും എറണാകുളത്തും ഒക്കെ കേസുകളുണ്ട്. ഇപ്പോൾ ഒരു കേസിനകത്ത് തൃശ്ശൂരുകാരി ഏകദേശം 5.5 ലക്ഷത്തോളം രൂപ ഇവർ പല പ്രാവശ്യമായിട്ട് ഇവർ വാങ്ങിച്ചെടുത്തു. ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അവർ ഇട്ടുകൊടുത്തു, ഓൺലൈനിലും പണം ഇട്ടുകൊടുത്തു. അങ്ങനെ ഏകദേശം 5.5 ലക്ഷത്തോളം രൂപ കൊടുക്കാനുണ്ട്. പല പ്രാവശ്യം ചോദിച്ചിട്ട് കൊടുത്തില്ല. വിദേശത്തോട്ട് ജോലി തരപ്പെടുത്തിയില്ല. ഇംഗ്ലണ്ടിൽ ഒരു സോഷ്യൽ വർക്കറുടെ ജോലി തരപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ഇന്ന് പണം വാങ്ങിച്ചത്. പ്രൊട്ടക്ഷൻ ഓഫ് ഇമിഗ്രേഷൻ്റെ ലൈസൻസ് വേണം ഇന്ത്യയിൽ. കാരണം ഇവിടെ വിദേശത്ത് റിക്രൂട്ട് ചെയ്യുന്ന സർക്കാരിൻ്റെ സംവിധാനമുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് സംവിധാനമുണ്ട്. ലൈസൻസ് ഉള്ള അധികം ആൾക്കാർ കേരളത്തിലുണ്ട്. അവർക്ക് മാത്രമേ വിദേശത്തേക്ക് ആൾക്കാരെ ജോലിക്ക് റിക്രൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ നിങ്ങളെ സമീപിച്ചാൽ അവരുടെ ലൈസൻസ് കാണിക്കണം. അത് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ അത് വാലിഡ് ലൈസൻസ് ആണോ എന്ന് നമുക്കറിയാം. ഇല്ലെന്നെങ്കിൽ സർക്കാരിൻ്റെ അവിടെ അന്വേഷിച്ചാൽ, ലൈസൻസ് ഉള്ളവരെടുത്ത് അന്വേഷിച്ചാൽ, റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ലൈസൻസ് ഉള്ളവരെ അന്വേഷിച്ചാൽ അവർക്കറിയാം ഇന്ത്യയിൽ എത്ര പേർക്ക് ഈ ലൈസൻസ് ഉണ്ടെന്ന്. അവർ ചെക്ക് ചെയ്ത് പറഞ്ഞു തരും. വെറുതെ എടുത്ത് അരി മോഹിച്ച് പണം പോവുകയും ചെയ്യും. അത് കാലാകാലത്തോളം കേസ് നടത്താമെന്നല്ലാതെ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ല. പണം ഇട്ട് തിരിച്ചു കിട്ടാനും പോകുന്നില്ല. ഇപ്പോൾ തൃശ്ശൂരുള്ള സ്ത്രീ ഏകദേശം 5.5 ലക്ഷം രൂപയോളം ജോലിക്ക് UK സോഷ്യൽ വർക്കർ ജോലിക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. അത് കിട്ടാതെ അവരുടെ പുറകെ നടന്നു. 2024 ഓഗസ്റ്റ് 26 മുതൽ ഡിസംബർ മാസം 14 വരെയാണ് ഈ പണം പല പ്രാവശ്യമായിട്ട് അവർ വാങ്ങിച്ചെടുത്തത്. ഉടൻ തന്നെ UK പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ സ്ത്രീ പണം അയച്ചു കൊടുത്തത്. എറണാകുളത്ത് പുല്ലേപ്പടിയിലാണ് ഇവരുടെ സ്ഥാപനം. അവിടെ കൊണ്ടുപോയാണ് തൃശ്ശൂരുകാരി കൊടുത്തിരിക്കുന്നത്. അവിടെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനം പുല്ലേപ്പടിയിൽ കാർത്തിക തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്നാണ് ഇവരെ പരിചയപ്പെടുന്നതും. അതുപോലെ തന്നെ പല ആൾക്കാരും ഇവരെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുമ്പം ഇവർ കൃത്യമായിട്ട് അവരോട് സംസാരിക്കുകയും പണം ഇടാനും അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ആൾക്കാർ വീഴുന്നത്. അങ്ങനെയാണ് തൃശ്ശൂരുകാരി ഇപ്പോൾ വീണത്. അവർ പണം കിട്ടാതെ വന്നപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു. ഇവർക്കെതിരായിട്ട് കേസെടുത്തു. ഇവർ ഒളിവിൽ പോയി. പോലീസ് അറിയാം ഇവർ പല ആൾക്കാരുടെ ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവരുടെ പേര് പല സ്ഥലത്തും പെറ്റീഷൻസ് പെൻഡിങ്ങിലുണ്ട്. കേസെടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഇവിടെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ആ കേസിനെ ഇവർ പ്രതിസ്ഥാനത്തേക്ക് വന്നു. ഇവരെ പ്രതിയാക്കിയാണ് കേസെടുത്തത്. പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് ഇവരെ കണ്ടുകെട്ടാൻ കഴിഞ്ഞില്ല. ഇപ്പം അവർക്കൊരു സോഴ്സ് ഇൻഫർമേഷൻ കിട്ടി ഇവർ കോഴിക്കോടുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ അവിടെ പോയി ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് കോടതിയിൽ ഇവരെ പ്രൊഡ്യൂസ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഇവർക്ക് എതിരായി പലരും പരാതി കൊടുത്തെങ്കിലും തൃശ്ശൂരുകാരി സ്ത്രീ കൃത്യമായി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കാൻ അതിൻ്റെ പിന്നാലെ നടക്കുകയും പോലീസിനെ കൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. പലയിടത്തും ജോലി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞ് പണം വാങ്ങിക്കുന്നവരുണ്ട്. വിദേശത്ത് ജോലി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞ് പലരും പറ്റിച്ചിട്ടുണ്ട്. വിദേശത്തെ എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുകയും അതോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ സൗകര്യപ്പെടുക എന്ന് പറഞ്ഞ് പലർക്കും ഇതുപോലെ പണം നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ചിലരൊക്കെ ലീഗലായിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസി മുഖേന വെളിയിൽ പോകുന്നുമുണ്ടെന്നുള്ള സത്യമാണ്. അവരൊക്കെ പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത്യാവശ്യം വീട്ടിലേക്ക് പണം അയക്കുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഇതുപോലെ ലൈസൻസ് ഒന്നും ഇല്ലാത്ത പല ആൾക്കാരും പലരെയും പണം വാങ്ങിച്ച് പറ്റിച്ചതായിട്ട് ധാരാളം കേസുകൾ കേരളത്തിലുണ്ട്. പലരും അത് പുറത്തു പറയത്തില്ല. വലിയ എമൗണ്ട് ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും പുറത്തു പറയും, പോലീസ് കേസ് കൊടുക്കും. അങ്ങനെയാണ് 5.5 ലക്ഷം രൂപ കൊടുത്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടാകത്തില്ല. ഇവരെ വിളിക്കുമ്പോൾ ഇവർ ഒളിവിൽ പോകുന്നു. ഇവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അവർ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അങ്ങനെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു.